അവിടെ നിന്ന് നമ്മൾ പല സ്ഥലത്തേക്ക് സ്കാറ്റർ ചെയ്ത് പോകുന്നതുകൊണ്ട് അതോടുകൂടി നമ്മുടെ ആ ഗ്രൂപ്പായിട്ടുള്ള ടീമായിട്ടുള്ള പോക്ക് ഇതോടുകൂടി കഴിയുകയാണ്. ഈ ടൂറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്ത ഒരു ടൂറാണിത്. ഇതിനു മുമ്പും ഞങ്ങൾ ടൂർ അത്യാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും നല്ല ഒരു ടീം സ്പിരിറ്റോടുകൂടി എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് ഒരിടത്തും ഒരു ബുദ്ധിമുട്ട് വരാതെ, കാരണം നമുക്കറിയാം ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഡിലേ ആകുക അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഡിലേ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ കൂടി അത് ആ ടൂർ പ്രോഗ്രാമിനെ ബാധിക്കും. ഇതൊന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ ടൂറ് സംഘടിപ്പിക്കുവാനും അതിൽ പങ്കെടുക്കുവാനും പറ്റി. അതിന് ഏറ്റവും നമ്മൾ നന്ദി പറയേണ്ടത് നമ്മുടെ ടൂർ ഓപ്പറേറ്ററായ മിസ്റ്റർ രാജുവിനോട് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ സൗമ്യമായ ഇടപെടല് വളരെ ആകർഷണീയമായി ആദ്യമായിട്ടാണ് രാജുവിനെ ഞങ്ങൾ പരിചയപ്പെടാനുള്ള കാരണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് തായ്ലാൻഡിലേക്ക് വന്ന ഒരു ടീമിലുണ്ടായിരുന്ന മാനന്തവാടിയിലുള്ള ഒരു SI ഉണ്ടായിരുന്നു, ചാക്കോ, എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഇങ്ങനെ ടൂർ പ്രോഗ്രാമുകളെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, തായ്ലാൻഡിന് പോകുന്നുണ്ടെങ്കിൽ ഇരിട്ടിയിലുള്ള കാരവൻ ട്രാവൽസ് എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്, ഞാൻ പോയതാണ്, രാജു എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ ഓപ്പറേറ്റർ, വേണമെങ്കിൽ നമ്പർ തരാം എന്നും പറഞ്ഞ് ആ നമ്പർ വിളിച്ചാണ് ആദ്യമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത്. ആദ്യം അതായത് കോണ്ടാക്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാറില്ലേ. അപ്പോൾ ആ ഫസ്റ്റ് സംസാരത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി അദ്ദേഹം നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയി നമ്മുടെ ടൂറ് വളരെ മനോഹരമായി യാതൊരുവിധ ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് എൻജോയ് ചെയ്യുവാൻ സാധിച്ചു. അതിന് പ്രത്യേകമായി രാജുവിനോട് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടൂർ ഗൈഡ് വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. നമുക്കറിയാം, എല്ലാവരോടും എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസോട് കൂടി എല്ലാവരെയും സമീപിച്ച് അവരവരുടെ കാര്യങ്ങളെല്ലാം എല്ലാ സമയവും ആരാഞ്ഞ് നമുക്ക് വേണ്ടതായ എല്ലാ ഗൈഡൻസും തന്ന് നമ്മളെ കൊണ്ടുപോയ നമ്മുടെ ടൂർ ഗൈഡ് ഹലോ, we extend our sincere gratitude to you. See, we appreciate your guidance. Thank you so much. Okay. അപ്പോൾ എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വകയായുമുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. Thank you so much. Sorry. നേരത്തെ ജോസ് സാർ പറഞ്ഞ പോലെ തന്നെ, വിൽസൺ സാർ പറഞ്ഞ പോലെ തന്നെ ടൂർ നമ്മൾ ഇതിനകത്ത് പല ജില്ലക്കാർ, പല ദേശക്കാർ എല്ലാവരും തന്നെ ഇന്ന് ആലക്കോട് ഭാഗത്ത് നിന്ന് വന്നവരൊഴികെ ബാക്കി എല്ലാവരും ഇന്ന് പരിചയപ്പെട്ടവരാണ്. എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടവർ. എന്നെ സംബന്ധിച്ചിടത്തോളം ആടത്തേക്കാർ ഞങ്ങൾ 1 കിലോമീറ്ററിനടുത്ത് താമസിക്കുന്നവരും പരിചയപ്പെടാൻ വേണ്ടി തായ്ലൻഡിലേക്ക് വരേണ്ടി വന്നു. അതിനൊക്കെ കാരണമായിട്ടുള്ളത് ഞങ്ങളുടെ നാട്ടുകാരനായ രാജു തന്നെയാണ്. രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഞാനിത് നമ്മുടെ 6 ദിവസത്തെ ടൂർ എന്ന് പര്യവസാനിക്കുമ്പോൾ നല്ല നല്ല ഓർമ്മകളും നല്ല നല്ല ബന്ധങ്ങളും നമ്മുടെ ഇടയിൽ വളർത്തിയെടുക്കാൻ സാധിച്ചു. ടൂറിനെ പറ്റി എല്ലാവരും പറഞ്ഞതുപോലെ നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ്. പ്രത്യേകമായി രാജു സാറിൻ്റെ സേവനങ്ങൾ, കനിഹയുടെ ഇടപെടലുകൾ, ഇതെല്ലാം ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. അതുകൂടാതെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും വളരെ സഹകരിച്ച് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായിരുന്നു. അതിൽ നല്ല സന്തുഷ്ട പ്രകടിപ്പിക്കുന്നു. ടൈമെല്ലാം നമ്മൾ നന്നായിട്ട് പാലിച്ചു. അധികം ഹറിബറിയൊന്നും ഇല്ലാതെ, നമുക്കധികം ടെൻഷൻസ് ഒന്നും ഇല്ലാതെ പരമാവധി സ്ഥലങ്ങൾ കാണാനൊക്കെ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ രാജു സാറിൻ്റെ കൂടെ ഞങ്ങൾ ഇതിനു മുമ്പ് കാശ്മീർ ട്രിപ്പിന് പോയിരുന്നു. അതുകൊണ്ടാണ് രാജു സാറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായപ്പോൾ ചോദിക്കുകയും അങ്ങനെ ടൂറ് നമ്മൾ പ്ലാൻ ചെയ്യുകയും ചെയ്തത്. നമ്മുടെ നാട്ടിൽ നിന്ന് അന്ന് കാശ്മീർ ട്രിപ്പിന് കുറച്ച് പേരുണ്ടായിരുന്നു. ഇപ്പം ഇന്നിങ്ങനെ പോന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ആരും പരിചയക്കാരൊന്നും ഇല്ലല്ലോ, അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാത്തിനും നന്ദി. രാജു സാറിനും കനിഹ
we extend our long gratitude to you. Thank you so Okay, much. thank you. Yeah, thank you. വിജയം എന്ന് പറയുന്നത് അതിൻ്റെ ലാസ്റ്റ് അവസാന അവസരത്തിൽ ആൾക്കാരുടെ പ്രതികരണം എന്തായിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് ഒരു ദിവസം കൂടെ താമസിച്ചാലും കുഴപ്പമില്ല എന്നൊരു ചിന്താഗതി നമുക്കുണ്ടാകുന്നതാണ് യാത്രയുടെ വിജയം. അപ്പോൾ ഈ യാത്രയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഒരു സംതൃപ്തിയുണ്ട്. അത് ആ സംതൃപ്തിക്ക് കാരണം നമ്മളെല്ലാവരും നമ്മുടെ ആൾക്കാരൊക്കെ പറഞ്ഞതൊക്കെ തന്നെ രാജുവിൻ്റെയും ഗൈഡിൻ്റെയും നല്ല അപ്രോച്ച് ആയിരുന്നു. അത് ഞാൻ പറയണത് തന്നെ പല ടൂറുകളും നമ്മൾ കാണുമ്പം ആൾക്കാരുടെ ഓരോ ഗൈഡുമാരുടെ അതുപോലെ തന്നെ ടൂർ മാനേജർമാരുടെയൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന അവരുടെയൊക്കെ ഓരോ പെരുമാറ്റ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു മാതൃകയായിരുന്നു. അവർ നമ്മുടെ ഈ കൊളീഗ്സ് നമ്മുടെ ആൾക്കാരുടെ നമ്മുടെ കൂട്ടത്തിൽ വന്ന ആൾക്കാരൊക്കെ പിന്നെ യാത്ര ചെയ്തിട്ടുള്ളവർ ഇല്ലാത്തവരുണ്ടെങ്കിലും അവരൊക്കെ നല്ല രൂപത്തിൽ മാന്യമായ പെരുമാറ്റവും അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഭക്ഷണം കാണുമ്പോൾ ദേഷ്യം അത് ആകെ ഒരു ഹരപുറിയാവും. പക്ഷേ ഇതൊന്നുമില്ല, എല്ലാവരും വളരെ അച്ചടക്കത്തിലും പക്വതയോടുകൂടി പെരുമാറി. അപ്പോൾ അത് നല്ലൊരു ടീമായിരുന്നു. പിന്നെ യാത്രകൾ നമ്മൾ പറയും നമ്മളിനി അടുത്ത പ്രാവശ്യം കാണാം, നമുക്ക് അടുത്ത യാത്രക്കല്ല. ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട് പല ആൾക്കാരും പറയാറുണ്ട് നമുക്ക് അടുത്ത യാത്ര എല്ലാവരും കൂടുന്നൊക്കെ പറയും. പക്ഷേ പല കാര്യം കൊണ്ടും ആരും ഇങ്ങനെ വരാറില്ല. ഈ സൗഹാർദ്ദം ചില സമയത്ത് ഒരു 1-2 മാസമൊക്കെ ഇങ്ങനെ നിൽക്കും. ചില സമയത്ത് മൊബൈൽ ഫോണൊക്കെ വിളിക്കും, പിന്നെ അങ്ങ് തീരും. അത്രയുള്ള യാത്രയുടെ കാര്യങ്ങൾ. ഏതായാലും ആ ഉള്ള അവസരത്തിൽ നമ്മൾ സന്തോഷമായിട്ട് നടത്തി. അതിനെല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ രാജു സാറിന് പ്രത്യേകിച്ച് ഗൈഡിന് കൊള്ളാം. Thank Thank you. you. പക്ഷേ ഒരു ടൂർ പോലെ ഇതുപോലെ ഒന്നിച്ചു പോകുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് എന്നെ സംബന്ധിച്ചോളം. ഞാൻ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ ദശേരൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹവും രാജു സാറും തമ്മിലുള്ള കൂട്ടിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങളോട് പറഞ്ഞു ഇന്നയാളൂടെ പോകാൻ നമുക്കെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. ആ യാത്ര വളരെയധികം മനോഹരമായിരുന്നു. അതിൽ 15 പേര് പാലക്കാട് നിന്നും 20 പേര് പാലക്കാട് നിന്നും 15 പേര് കണ്ണൂർ ജില്ലയിൽ നിന്നായിരുന്നു. ഞങ്ങളിപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വെച്ച് ഒന്നിച്ചു പോയി. വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു. തിരിച്ചു വരുന്നിടം വരെ ഒരു അനുഭവമായിരുന്നു. ഇതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉണ്ടാകുക. അപ്പം ഞങ്ങൾ ആലോചിച്ചു ഈ പ്രാവശ്യം പാലക്കാടനാരുമില്ല, ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഇങ്ങനെയായിരിക്കും എന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വന്നു കഴിയുമ്പോൾ എല്ലാവരും ഒന്നാവും, ഓട്ടോമാറ്റിക്കലി അതങ്ങനെ പോയിക്കോളും എന്ന് പറഞ്ഞ് അങ്ങനെ വളരെ രസകരമായ ഒരു യാത്രയായിരുന്നു, അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. അതിന് മെയിനായ കാരണം എന്ന് വെച്ചാൽ രാജു സാറിനുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളെല്ലാവരും ഈ തിരഞ്ഞെടുക്കാനുള്ള കാരണം. വേറെ ഒത്തിരി ഉണ്ടെങ്കിൽ പോലും അതാണ് അതിൻ്റെ ഗുണം. ഈ അവസരത്തിൽ നമ്മുടെ കൂട്ടായ്മയിൽ എല്ലാവരും നല്ല രീതിയിലാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൂടാതെ തന്നെ നിങ്ങൾ ആരെങ്കിലും പാലക്കാട് വരികയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലേക്ക് വരാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കണം. ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ വീട്ടിലേക്ക്. കാരണം ഞാൻ മാത്രമല്ലേ ഇവിടെ പാലക്കാട് പോയുള്ളൂ, ബാക്കി നിങ്ങളെല്ലാവരും ആ സൈഡിലുള്ളതായതുകൊണ്ട് ഞാൻ നിങ്ങൾ അറിഞ്ഞിടത്തോളം പലർക്കും പാലക്കാടുമായിട്ട് ബന്ധമുള്ളവരാണെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ എനിക്ക് വരാൻ സാധിക്കുന്നിടത്തോളം വരിക. സ്നേഹപൂർവ്വം നമുക്ക് ഒരു ദിവസമെങ്കിലും കെട്ടി നിർവഹിച്ചിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Okay, thank you. She'd like to say something? Sorry. Okay. Yeah, so they were telling that this was a very wonderful trip. It was well coordinated by Raju sir, and you were a very wonderful guide, and everybody are very satisfied with the trip, and they all enjoyed it very well, and they were appreciating among themselves that nobody caused any trouble, and everything went as planned, and everybody enjoyed it. In brief, that is what they were telling. And they're thankful to you and both Raju sir. Yeah, and how about the driver? First day. Nobody told anything about the driver, but I think our driver was. But actually, I think it was good. I mean, Yes. he was never late. Whenever yeah. we were there, he was there. I mean, he was available. Okay, yes. And he was very humble person. Okay, yeah. Thank you so much to explain to translate about your words from your language. Yeah, I don't know about your language, but I feel you have a good feeling with me, you know, and also I feel appreciate with you. Okay. Even though I don't know about your language, but I feel great, you know, and appreciate all of your group. You are so nice people, yeah, and thank you for your compliment. Yeah, thank you so much.
and I'm glad that you like my service, yeah, and satisfied about our service with you. Yeah. So we hope next time we will meet you again next time. Yeah, next time, you know. Yes, we hope we will meet each other again in Bangkok or in Thailand. Yes. Thank you so much. Thank you for your good compliment. Yeah, I'm very happy, you know, to hear that. Yes, that I make you enjoy in this trip.